മതവും രാഷ്ട്രീയവും കൂടിക്കലർന്ന മണ്ണാണ് മലപ്പുറത്തിൻ്റേത്. പരമ്പരാഗതമായി മുസ്ലിം ലീഗിനെ തുണയ്ക്കുന്ന മണ്ണ്. എന്നാൽ 2004 അത് തെറ്റി. ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും രാഷ്ട്രീയ ശത്രു TK ഹംസ വെന്നിക്കൊടി പാറിച്ചു. അതോടുകൂടി മുസ്ലിം ലീഗും UDFും ജാഗ്രത പുലർത്തി. അതുവരെ മഞ്ചേരി എന്നറിയപ്പെട്ട മണ്ഡലം 2009 മലപ്പുറം എന്ന പേരിലേക്ക് മാറി. പുതിയ നായകന് എത്തി E. അഹമ്മദ്. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും സ്വീകാര്യനായ മുസ്ലിം ലീഗ് നേതാവായിരുന്നു E. അഹമ്മദ്. അദ്ദേഹം മരണം വരെയും പിന്നീട് മലപ്പുറത്തെ പ്രതിനിധീകരിച്ചു, കേന്ദ്രമന്ത്രിയായി. അങ്ങനെ മലപ്പുറം ജില്ലയ്ക്കും മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിനും നിരവധിയായ നേട്ടങ്ങൾ സമ്മാനിച്ചു. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന് എന്നിവയാണ് മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉൾപ്പെട്ടു വരുന്നത്. ഇവിടെ മുഴുവൻ മുസ്ലിം ലീഗിൻ്റെ MLA-മാരാണ് ഇന്നും നിലനിൽക്കുന്നത്. ഈ 7 മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗിൻ്റെ MLA-മാരാണ് വിജയിച്ച് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ ഒരു പൊന്നാപുരം കോട്ടയായി നമുക്ക് മലപ്പുറത്തെ പറയാൻ സാധിക്കും. എങ്കിലും UDFിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും MLA-മാരെ വിജയിപ്പിച്ചു വിട്ട മലപ്പുറത്തിന് അർഹമായ പരിഗണന കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തുലോം കുറവാണെന്ന് പറയേണ്ടി വരും. ഈ അടുത്താണ് അവിടെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടായത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ആരോഗ്യ മേഖലയുടെയും കാര്യത്തിൽ ധാരാളം അപര്യാപ്തതകൾ നിലനിൽക്കുന്നു. ഗ്രാമീണ മേഖലകളിൽ ഇപ്പോഴും വികസന അപര്യാപ്തതകൾ മുഴലിച്ചു നിൽക്കുകയാണ്. ഇങ്ങനെ നിരവധി രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങൾ കൊണ്ട് സങ്കീർണമാണ് മലപ്പുറത്തിൻ്റെ സാമൂഹിക ജീവിതം. പൊന്നാനി MP ആയിരുന്ന E.T. മുഹമ്മദ് ബഷീറിനെയാണ് UDF ഇത്തവണ മലപ്പുറത്ത് കളത്തിലിറക്കിയിരിക്കുന്നത്. ഇടതുപക്ഷമാകട്ടെ DYFI നേതാവായ V. വസീഫിനെയാണ് മത്സരിപ്പിക്കുന്നത്. BJP ഡോക്ടർ അബ്ദുൽ സലാമിനെ മത്സരിപ്പിക്കുന്നു. 2019 മലപ്പുറം മണ്ഡലത്തിൽ മത്സരിച്ചത് PK കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. 2,60,000 പരം വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചത്. എന്നാൽ 2021 നിയമസഭയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ അദ്ദേഹം ഈ മണ്ഡലത്തിൽ നിന്നും രാജിവെച്ചു. തുടർന്ന് അബ്ദുൽ സമദ് സമദാനിയാണ് മത്സരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഇവിടെ ഗണ്യമായി കുറയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. 1,14,000 മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം. UDFിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ശക്തി കേന്ദ്രം എന്ന നിലയിൽ മലപ്പുറത്ത് E.T. മുഹമ്മദ് ബഷീർ നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കാനുള്ള സാധ്യതയാണ് ഞങ്ങൾ കാണുന്നത്.